ഒരു പുതിയ VR ഹെഡ്സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ പണ്ടൊരു VR ഹെഡ്സെറ്റ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇതാണ് ആ പണ്ടത്തെ VR ഹെഡ്സെറ്റ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് എൻ്റെ പണ്ടത്തെ VR ഹെഡ്സെറ്റ്. പക്ഷേ ഈ വട്ടം ഞാൻ പുതിയ VR ഹെഡ്സെറ്റ് വാങ്ങിച്ചു, ജിയോടേത്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ VR. അപ്പോൾ നമ്മൾക്ക് ഇതെന്തെങ്കിലും തുറന്നു നോക്കാം. ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു 3-4 ദിവസം കണ്ടായി. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ VR ഹെഡ്സെറ്റ്. ഇതാണ് നമ്മുടെ പുതിയ VR ഹെഡ്സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് കാണാം, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കുഷനാണ്. നമ്മൾക്ക് ഇവിടെ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇവിടെ നമ്മൾക്ക് അങ്ങോട്ടേക്കും ലെൻസ് തിരിക്കലാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ആക്കിയെന്ന് തിരികെ. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് തിരിയും, അങ്ങോട്ടേക്ക് തിരിയും. കണ്ടോ, നിങ്ങൾ കണ്ടോ? അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കണ്ണിനനുസരിച്ചിട്ട് വെക്കാം. പിന്നെ ഇവിടെ നമ്മൾക്ക് മുമ്പിക്ക് വേറെ ഉള്ള സ്വിച്ച് ഉണ്ട്. അതായത് ഈ ലെൻസ് നമ്മൾക്ക് മുമ്പിക്ക് ഇങ്ങനെ തള്ളി വരണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതായത് സ്വിച്ച് ഉണ്ട് ഇങ്ങനെ മുമ്പിക്കും ബാക്കിലേക്ക് വെക്കാനായിട്ട്. ഞാൻ മുമ്പിലേക്ക് ആക്കി കാണിച്ചു തരാം. വേറെ ആംഗിളിൽ കാണിക്കണം, എന്നാലും കാണല്ലോ. മുമ്പിക്ക് വരണുണ്ട്, അതിനാണ് ആ സ്വിച്ച്. പിന്നെ ഇതിൽ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടല്ലേ, ഇവിടെ നല്ലൊരു ഈ ഇങ്ങനെ അത്ര കട്ടിയല്ല, പ്ലാസ്റ്റിക് ആയിട്ടല്ല അവിടെ വെച്ചേക്കണേ. അതാണ് പ്രത്യേകത. കാരണം നമ്മൾ ഫോൺ വെക്കുമ്പോൾ അത് ഫോൺ പൊട്ടാൻ പാടില്ലല്ലോ. കാരണം നമ്മൾക്ക് നോക്കണ്ടേ, സൂക്ഷിക്കണ്ടേ ഫോണിന് വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പൊട്ടാതിരിക്കാൻ നല്ല ഇതിങ്ങനെ കുഷൻ പോലെ ചെറുതായിട്ട് ചെറുതായിട്ട് അത്ര കട്ടിയൊന്നുമില്ല, അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തുറക്കുന്നത് എവിടെ നിന്നാന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു സ്വിച്ച് കാണാം. ഈ സ്വിച്ചാണ്. സ്വിച്ച് അല്ല എന്നാണ് തോന്നുന്നത് ചിലപ്പോൾ, കാരണം അത് അറ്റാച്ച്ഡ് ആയിട്ട് തോന്നണേ ഇതുമായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്വിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സ്വിച്ച് തുറക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് ഈ കുഷനില്ലേ, ഇത് സാധാരണ ഉള്ള മറ്റേ 40,000 രൂപയുടെ VR കിട്ടുന്ന കുഷനാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് നാശിയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പുതിയതും ആ കുഷൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂരിലൊക്കെ കിട്ടണമെങ്കിൽ വാങ്ങിക്കാം. തൃശ്ശൂർ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് കാണിക്കാം. നേരത്തെ VR സ്വിച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ തുറക്കലും ഭയങ്കര വ്യത്യാസമായിരുന്നു. ഇവിടെ ഈ അടിയിൽ നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് കാണാം. ഈ സ്വിച്ചാണ് നമ്മുടെ മെയിൻ സ്വിച്ച്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ 360 വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് പോസ് ചെയ്യണം. പക്ഷേ അത് ഇങ്ങനെ ഊരി എടുത്ത് തുറന്ന് വെക്കണേക്കാളും നല്ലത് ഈ സ്വിച്ച് കൊണ്ട് നമ്മൾക്ക് പ്രവർത്തിക്കുന്നതാണ്. പണ്ടൊക്കെ ഞാൻ ഇത് തുറന്നിട്ട് അങ്ങനെ ഇങ്ങനെ തുറക്കുക, എന്നിട്ട് ഫോൺ എടുക്കുക, പിന്നെ പോസ് ചെയ്യുക, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വയ്ക്കുക. അത് ഭയങ്കര എളുപ്പമായിട്ടുള്ള പരിപാടിയല്ല. പക്ഷേ ഈ സ്വിച്ച് വെച്ചിട്ട് നമ്മൾക്ക് വീഡിയോ പോസ് ചെയ്യാനും അടുത്ത വീഡിയോ വയ്ക്കാനും അങ്ങനെ പലതരം കാര്യങ്ങളും ചെയ്യാം. സാധാരണ ഇനി ഇതിൽ സ്വിച്ച് പോലെ എന്തെങ്കിലും വർക്ക് ആവണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഗെയിം പാഡ് അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് കൺട്രോളർ കണക്ട് ചെയ്യണം. അത് 800 രൂപയാണ്. ഈ VR അല്ലെങ്കിൽ ഈ VR വാങ്ങിക്കണതിൻ്റെ അത്രയൊക്കെ പൈസ വരും. അതിനേക്കാളും ഭേദം ഈ VR വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഈ സ്വിച്ചും കിട്ടും, അങ്ങനെ പലതരം ഫീച്ചേഴ്സും കിട്ടും. അപ്പോൾ അടുത്ത നമ്മൾക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിൽ 360 വീഡിയോസൊക്കെ കാണണം. അപ്പോൾ കാണണമെങ്കിൽ നിങ്ങൾ 360 വീഡിയോ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ 360 വീഡിയോയാണ് വേണ്ടത്, അതുപോലെ നിങ്ങൾ 360 വീഡിയോസ് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ലൈഡിൻ്റെ അല്ലെങ്കിൽ ഈ റോളർ കോസ്റ്ററിൻ്റെ എടുക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ സൂം ചെയ്യുക, ഇത് ഫുള്ളാക്കുക സ്ക്രീന്. എന്നിട്ട് ഇങ്ങനെ ഈ സൈസിലിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു VRൻ്റെ ഒരു സിമ്പിൾ കാണാം, അത് കൊടുക്കുക. അപ്പോൾ ഇത് 2 സ്ക്രീനാവും. 2 സ്ക്രീനായാൽ നമ്മൾക്ക് ഫോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കുക, ഈ പോസ് ചെയ്തിട്ട് വയ്ക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ വെക്കാം. അല്ലെങ്കിൽ VRൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾക്ക് ഇവിടെ ഈ സ്വിച്ച് കാണാമല്ലേ, അതും ഇങ്ങനെ കൊടുക്കാം. മനസ്സിലായേ? ഇപ്പം ഞാൻ കൈ കൊണ്ട് കൊടുത്താൽ ഇനി VR ഇങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ഫോൺ വെക്കണം. ഈ VR-ൻ്റെ ഉള്ളിൽ നിങ്ങൾ നേരത്തെ പോലെ ഇതിങ്ങനെ തുറക്കുക, എന്നിട്ട് വെക്കുക. നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഫോണിൻ്റെ കവർ ഊരിയിട്ട് വെക്കണം. ഫോൺ തന്നെ അപ്പോൾ അത് കവർ ഊരാം. ഇതെൻ്റെ ഫോണല്ല, ഇതെൻ്റെ അമ്മാമ്മയുടെയാണ്. അത് കാരണമാണ് ഞാൻ വെറുതെ ഒന്ന് കാണിക്കാൻ, അതായത് എങ്ങനെ വെക്കണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫോണിൻ്റെ കവർ ഒരു വട്ടം ഊരി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുക, VR വീഡിയോ എടുത്തിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ എല്ലാ ഫോണും ഫിറ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് വാങ്ങിക്കാൻ നിൽക്കരുത്. എല്ലാ ഫോണും ഫിറ്റ് ആവില്ല. 6.7 ഇഞ്ചുള്ള ഫോൺസ് മാത്രമേ ഇതിൽ ഫിറ്റ് ആവുള്ളൂ. അല്ലാത്ത ഫോൺസ് ഒന്നും ഇതിൽ ഫിറ്റ് ആവില്ല. പിന്നെ ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കാണാം. ഇതിൻ്റെ ഉള്ളിലല്ല നമ്മൾ വെക്കേണ്ടത്, ഇതിൻ്റെ ഉള്ളിലാണ് വെക്കരുത്. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെക്കണം. ഞാൻ ആദ്യം വാങ്ങിച്ചപ്പോൾ അങ്ങനെ വെച്ചു തെറ്റിയിട്ട്. അത് കാരണം ഫോൺ കയറുന്നില്ലെന്ന് വിചാരിച്ച സൈസ് തെറ്റാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഫോൺ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇത് പതുക്കെ ഒന്നിങ്ങനെ അടയ്ക്കുക, ഈ സ്വിച്ച് അമർത്തിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ VR ഉള്ളിലെത്തി. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഡിസ്പ്ലേ കാണാൻ വെക്കുമ്പോൾ അങ്ങനെ ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളൊന്നും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ VR-ൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് കാണിച്ചു തരാൻ കാണുമെന്നറിയില്ല. ഞാൻ കണ്ടോ, നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഞാൻ ഒരു റൈഡിൻ്റെ വീഡിയോയാണ് വെച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് റൈഡൊക്കെ പോണ കാണാം. ഇത് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ് ആണ്. കണ്ടത് ഇതിപ്പോൾ ആ റൈഡ് പോണതിനെ വിട്ടിട്ടാണ് കാണിക്കണത്. ഇവിടെ 2 ഗ്ലാസ് ഉള്ളത്, 2 സ്ക്രീനാവുന്നത് 2 കണ്ണിനും കറക്റ്റായിട്ട് നേരെയായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് സംശയമുള്ളവർക്ക് വേണ്ടി പറഞ്ഞു തന്നാൽ മിക്ക ആൾക്കാർക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആകെ ഒരു പ്രശ്നം ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഈ സ്ക്രീൻ ഇത് തുറക്കില്ലേ, ഇതിങ്ങനെ തുറക്കുമ്പോൾ കണ്ട പെട്ടെന്ന് തുറക്കും. നമ്മുടെ ഫോൺ ചിലപ്പോൾ സ്കിഡായിട്ട് ഇങ്ങനെ വീണ് പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾക്ക് സേഫ് അല്ല. മറ്റു VR വെച്ച് നോക്കുമ്പോൾ മറ്റു VRൽ ഇങ്ങനെ സ്കിഡായിട്ട് വീഴില്ല. എന്നാലും ഒരു വട്ടം നമ്മുടെ ഇപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഫോൺ വീണുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ തുറന്നു തിരികെ ഈ സ്റ്റാൻഡിൻ്റെ ഇത് ഇവിടെ ഇങ്ങനെ പിടിവിട്ട് പോകുന്നു. പക്ഷെ എന്നാലും ഈ VR-നുള്ളിൽ സേഫാണ്, ഇതും സേഫാണ്. ഇത് നമ്മൾ സൂക്ഷിച്ച് തുറന്നാൽ മതി. ഇത് നമ്മൾ ഇങ്ങനെ പതുക്കെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഒന്ന് തുറന്നാൽ മതി. ഇവിടെ 2 സ്ഥലത്തേയും ഇവിടെ ഒരു കൈയും ഇവിടെ ഒരു കൈയും വെച്ചിട്ടിങ്ങനെ. അപ്പോൾ ആ പോവില്ല. അങ്ങനെയാണെങ്കിൽ ഈ VR സേഫ്. ഈ VR-ന് ഇത്ര പ്രതീക്ഷിക്കേണ്ട. ഇത് ഭയങ്കര ഡേഞ്ചറസുമാണ്. വീഴുമ്പോൾ ഫോൺ വീണ സൂക്ഷിച്ചില്ലെങ്കിൽ. കാരണം എൻ്റെ ഒരു വട്ടം വീണിട്ടുള്ളതാണ്. പിന്നെ ചില്ല് പൊട്ടിയിട്ട് ഞാൻ ശരിയാക്കി. അത് മാത്രമല്ലോ ഇതിൻ്റെ ഡിസബിലിറ്റീസ്. ഇനി നിങ്ങൾക്ക് ആ VR-ൻ്റെ ചിഹ്നം കണ്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പ്ലേയിൽ കാർബോർഡ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യും. കാർബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു VR-ൻ്റെ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുന്ന ഒരു ഗാലറി പോലത്തെ ഒരു ആപ്പാണ്. പക്ഷെ അത് നമുക്ക് VR-ൽ ഇരുന്നിട്ട് കാണാം. അത് ഈ VR-ഉള്ള കാരണം നമുക്ക് ആ ഫോട്ടോസിനെ ഇങ്ങനെ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നാൽ ആ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം. അല്ലാതെ നമ്മൾക്കത് എടുക്കാൻ പറ്റില്ല. നമ്മൾക്കത് ചില ഗെയിംസൊക്കെ ഇത് ക്ലിക്ക് ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ ആപ്സൊക്കെ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഒരു സർക്കിൾ ഇങ്ങനെ തിരിഞ്ഞിട്ട്. പക്ഷെ ചില നല്ല ആപ്സും ഗെയിംസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് വേണം, അല്ലെങ്കിൽ കൺട്രോളർ വേണം. മിക്ക സാധനങ്ങളും നമുക്ക് ഈ സ്വിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ മാക്സിമം യൂട്യൂബ് വീഡിയോസും കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ സ്വിച്ച് യൂട്യൂബ് വീഡിയോസിനും ആ കാർബോണിനും വേണ്ടി യൂസ് ചെയ്യാം. ഞാൻ ആ കാർബോണിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ആ VR ഇട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ കാർബോർഡ് എന്ന് പറഞ്ഞ ആപ്പ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ പലതരം നമ്മൾക്ക് ഇങ്ങനെ ഒരു നല്ല വ്യൂസ് കിട്ടും, നല്ല ഒരു സീനറിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിങ്ങൾക്ക് ട്യൂട്ടോറിയലുണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്, എക്സ്കേബറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ വീഡിയോസ് ഉണ്ട്, നമ്മുടെ ഫോട്ടോസ്ഫിയർ ഉണ്ട്. ഇവിടെയാണ് എക്സിറ്റ്. നമ്മൾക്ക് ഇപ്പോൾ എന്ത് കൊടുക്കണമെങ്കിലും ആ സ്വിച്ച് ഒന്ന് അമർത്തുക, അല്ലാതെ ഇപ്പോൾ ഇത് വർക്കാവില്ല. ഇപ്പോൾ ട്യൂട്ടറിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് നോക്കണമെങ്കിൽ നോക്കിക്കോ. സാധാരണ ഇനി സ്വിച്ച് അല്ലാതെ വർക്കാവണമെങ്കിൽ ഇങ്ങനെ ഒരു വലിയ സർക്കിൾ കാണും, ഇടയിൽ ഒരു ഡോട്ട്, അവിടെ ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ ചുറ്റും.
അപ്പോഴാണ് ആ വർക്കാവുക. പിന്നെ നമ്മൾക്ക് ഇത് എക്സിബിറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഇതൊരു എക്സിബിറ്റാണ്. നമ്മൾക്ക് നമ്മുടെ തല തിരിക്കുമ്പോൾ ഇങ്ങനെ അതിനെ പറ്റിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ കാണാം, അറിയാനും പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ തല തിരിക്കും എന്ന കാരണമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ തല ഷേക്കാകുമ്പോൾ ഇതും ഷേക്കുണ്ട്. നമ്മൾക്കിവിടെ എഴുതാം, വായിക്കാം. ഹൗ റാറ്റൽ സി റാൻഡൽ കുക്ക്. ഇനി നമ്മൾ പിന്നെയും ആ സ്വിച്ച് കൊടുത്താൽ അടുത്തത് വരും. അടുത്തത് നമ്മൾക്കിങ്ങനെ മുഖം മൂടി അങ്ങനെ നല്ല നല്ല കുറേ സാധനങ്ങൾ കാണും. പണ്ടത്തെ സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതിന് 3D മോഡിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ പലതരം ഷേപ്പിലും വ്യൂവിലും ആംഗിളിലൊക്കെ നമ്മൾക്ക് കാണാം. അതെ, ഇവിടെ കുറച്ചൊക്കെ ഹെഡ്സൊക്കെ ഉണ്ട്. പിന്നെ അത് തിരിച്ചെത്തും, 3 ഹെഡും അതിനുശേഷം തിരിച്ചെത്തും. എക്സിറ്റ് പക്ഷേ കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് ഈ VR-ന് ഇത് മാറ്റണം, അല്ലാതെ വേറെ വഴിയില്ല. എക്സിറ്റിനായത് എനിക്കറിയില്ല ഇനി വേറെ എന്തെങ്കിലും എക്സിറ്റ് ഉണ്ടോയെന്ന്. അത് കാരണം എനിക്ക് അത്ര എളുപ്പമായിട്ട് പറയാൻ പറ്റില്ല അത് അങ്ങനെ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾക്ക് ഇത് മാറ്റിയിട്ട് അടുത്ത ആപ്പ് എടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗെയിമിലാണ്. നിങ്ങൾക്ക് ഈ ഗെയിം മനസ്സിലായാൽ പറയാം, ഇത് മൈൻക്രാഫ്റ്റാണ്. പക്ഷേ ഇത് VR-ൽ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നതാണ്. നേരത്തെ കിട്ടിയ കാർഡ്ബോർഡും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ ഈ ഗെയിം നമ്മൾക്ക് ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് തന്നെ നമ്മൾക്ക് കളിക്കാൻ പറ്റും. യെസ്, ഞാൻ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇപ്പോൾ ആ ബ്ലോക്ക് പൊട്ടിക്കണോ നിങ്ങൾക്കിത് ഞാൻ നടക്കുന്നത് കാണിച്ചു തരാം. താഴത്ത് നോക്കിയിട്ട് ജസ്റ്റ് സ്ലോ ആയിട്ടും ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നടക്കാം. ഫുള്ള് കൊടുക്കുമ്പോൾ ബ്ലോക്ക് പൊട്ടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ സ്വിച്ച് വെച്ചിട്ട് നമ്മൾക്ക് അങ്ങനെ കുറേ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ഗെയിമിന് നമ്മൾ ഇപ്പോൾ സത്യം പറയണമെങ്കിൽ മറ്റു VR-നാണെങ്കിൽ ഒരു ഗെയിം പാഡ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കൺട്രോൾ ഞാൻ അത് വാങ്ങിക്കാം എന്നാണ് വിചാരിച്ചത്. പിന്നെ ഇത് നമ്മുടെ തൃശ്ശൂരിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ ജിയോയുടെ കടയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ ഇത് മാത്രം ഇപ്പോൾ നിങ്ങൾക്ക് ഈ സർക്കിൾ തിരിയണുണ്ട്, അതാണ് നമ്മുടെ മറ്റ് VR-ന് അല്ലെങ്കിൽ മറ്റ് ആപ്സിനൊക്കെ ഇങ്ങനെ സർക്കിൾ തിരിഞ്ഞിട്ട് നമ്മൾക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ ബ്ലോക്സ് കണ്ടെത്തണം. അപ്പോൾ ബ്ലോക്സ് വയ്ക്കാം. കണ്ട ഇതേ ബ്ലോക്ക് വെച്ചിട്ട് ഈ സ്വിച്ച് വെച്ചിട്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചെയ്യണു. കണ്ട നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. ഇപ്പോഴത്തെ ഈ ഗെയിം നിങ്ങൾക്ക് ഇനി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മൈൻഡ് ഫോർജ് എന്നാണ് പേര്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോയുടെ അവസാന ഘടനകളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ VR-ൻ്റെ പ്രൈസ് 1300 അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫോക്കസിൻ്റെ VR ഒക്കെ ഉണ്ട്, അതിന് 2000 ഒക്കെയാണ്. രണ്ടും ഒരേ VR തന്നെയാണ് പക്ഷെ കമ്പനി വ്യത്യാസമാണല്ലോ. പിന്നെ അതിന് ഹെഡ്സെറ്റ് കിട്ടും, പക്ഷെ അതിന് 2000 ഇതിന് നമ്മൾക്ക് കുറച്ചുകൂടിയും നല്ല ഒരു അതേ സാധനം തന്നെ നമ്മൾക്ക് കിട്ടും. ഇതിനാണെങ്കിൽ 1300 ഉള്ളൂ, കുറച്ചൊന്ന് പ്രൈസ് നിന്നുള്ളൂ. പക്ഷെ എന്തെങ്കിലും നമ്മൾക്ക് ഇത്ര നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. ഇതിന് 300 400 അങ്ങനെയൊക്കെ ആ പ്രൈസ് നമ്മൾക്ക് തുടങ്ങിയിട്ട് കിട്ടും. പക്ഷെ ഈ പ്രൈസിന് ഇത് കൂടിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇത് നേരത്തെ ഭയങ്കര എനിക്ക് ഇഷ്ടമായതും നല്ലൊരു ക്വാളിറ്റി ഉള്ള VR കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ VR വാങ്ങിച്ച് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ ശരി, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. സൈനിങ് ഓഫ്, സിൽഫൻ.